ചേച്ചി എപ്പോഴും ഭയങ്കര തിരക്കുള്ളൊരു വ്യക്തിയാണ്. മുൻപ് സിനിമകളിലായാലും ഇപ്പോൾ ഇങ്ങനെ ടെലിവിഷൻ പ്രോഗ്രാംസിലായാലും എപ്പോഴും ഭയങ്കര തിരക്കുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഫാമിലി ലൈഫൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നുള്ളൊരു കാര്യം. ഞാൻ ഭയങ്കര തിരക്കെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആക്ടിങ് വിട്ട് കംപ്ലീറ്റ് ഫാമിലിയുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ഇവരെല്ലാരും ബിസി ആയപ്പോ ഞാനൊന്ന് ഒറ്റയ്ക്ക് വീണ്ടും പഴയ പോലെ ഇപ്പൊ എല്ലാരും പെട്ടിയെടുത്തോണ്ട് വെളിയിൽ പോകും. അവരെല്ലാരും ബിസിയാണ്. മൂത്ത മോളും ഡയറക്ഷൻ കാരണം അത് ഡിസ്കഷൻ അത് ഇതെന്ന് പറഞ്ഞാൽ അവളും അങ്ങ് പോകും. പിന്നെ സുരേഷ് ഷെട്ടി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അഭിനയിക്കാൻ തുടങ്ങി. അദ്ദേഹം പെട്ടിയെടുത്തോണ്ട് പെട്ടെന്ന് ഞാൻ നാളെ ഒരു പടത്തിൽ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു പോകും. പിന്നെ കീർത്തിയും ഭയങ്കര ബിസിയായില്ല. ഇപ്പൊ ഇവരെല്ലാരും പോകുമ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്കാവുന്നു എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ ശരി, ഇപ്പൊ ബിക്കോസ് മൈ മമ്മി ഈസ് വിത്ത് മീ, അമ്മ എന്റെ കൂടെ ഉണ്ട്. അമ്മയും ഇടയ്ക്ക് പോയി ഏതെങ്കിലും ഒരു റോള് ചെയ്യണം. ഇപ്പൊ പക്ഷെ ഞാൻ പോണില്ല, ബിക്കോസ് ഹെൽത്ത് വൈസ് കുറച്ച് ഇതായതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ട്. ഇപ്പം അമ്മയുടെ കൂടെ ഇരിക്കുക എന്നല്ലാതെ വരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഷോസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ എൻ്റെ മൂത്ത മോള് അമ്മയെ നോക്കിക്കോളും. ആ ഒരു ദിവസം 2 ദിവസം ഇവിടെ ഇങ്ങനെ എങ്ങാണ്ട് പോയിട്ട് വരും. ഇപ്പം ഷൂട്ടിങ്ങിനും വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് പടത്തിലൊക്കെ അഭിനയിക്കാനും കാര്യങ്ങളൊക്കെ വിളിക്കുന്നു. പക്ഷെ എല്ലാം ദൂര സ്ഥലങ്ങളിലാണ്, പാലക്കാട് അവിടെ ഇവിടെയൊക്കെ വിളിക്കും. 10 ദിവസം 15 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഒരു മാറി നിൽക്കാനുള്ള ഒരു ഇതാണ് ഇപ്പൊ. പക്ഷെ എൻ്റെ മൂത്ത മോള് വീട്ടിലായതുകൊണ്ട്, വീട്ടിലെന്ന് വെച്ചാൽ മൂത്ത മോളും മരുമാനും എല്ലാവരും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം. അപ്പം ഇവിടെ പറഞ്ഞ അമ്മ പോകണം, പിന്നെ വർക്ക് ചെയ്യണം എന്നൊക്കെ. എൻ്റെ മൂത്ത മോക്കാണ് ഭയങ്കര ആഗ്രഹം, ചെയ്യണം എന്നൊക്കെ ചെയ്യണം. കീർത്തിയും പറയും ഇതൊക്കെ ചെയ്യണം. പക്ഷെ ഞാൻ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല ക്യാരക്ടറും വേണം. നല്ല ചുമ്മാ ഒരു പടത്തിൽ വന്നു പോയി എന്നില്ലാതെ സംതിങ് എന്തെങ്കിലും ഒരു ഇതായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെയ്യാന്നല്ലാതെ. പക്ഷെ ഞാൻ കൂടുതലും ഫാമിലിയുമായിട്ടാണ് ഞാൻ കൂടുതൽ. ഈ തിരക്ക് കൊണ്ട് ചോദിക്കുന്ന ഒരു കാര്യം, ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, സുരേഷ് ഏട്ടൻ്റെ ഒപ്പം തിയേറ്ററിൽ ഒരു പോപ്കോൺ കഴിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. അത് പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. അതായിരുന്നു ചോദിക്കുന്നത്, സാധിച്ചായിരുന്നു? അത് എനിക്ക് വേറൊന്ന് എന്തോന്നോ ഷാജഹാൻ താജ്മഹൽ കെട്ടിന്നൊക്കെ, എനിക്ക് താജ്മഹൽ ഒന്നും വേണ്ട, അതൊന്നും വേണ്ട. സുരേഷ് ഏട്ടൻ്റെ കൂടെ പോകണം, ഒറ്റയ്ക്ക് പോകണം. എനിക്ക് വേണ്ടിയിട്ട് ഒരു പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എല്ലാവരും കാണണം, അത് മാത്രമുള്ള എൻ്റെ ആഗ്രഹം. പക്ഷെ എപ്പോൾ സുരേഷ് ഏട്ടനോട് പോകണമെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് കൂടെ കാണും. ഞങ്ങൾ ഒരുമിച്ച് തനിച്ചൊരു അമ്പലത്തിലോ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ എവിടെയും അങ്ങനെ ഒരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും സറൗണ്ടഡ് ബൈ ഫ്രണ്ട്സാണ്, ആരെങ്കിലും ഉണ്ടായിരിക്കും. ഡിവേഴ്സ് എന്ന് പറയാൻ ഇത് കാര്യം മതി, ഈ ഒരു ചെറിയ കുഞ്ഞു കാര്യം മതി അതൊക്കെ. പക്ഷെ അപ്പം ഞാനിങ്ങനെ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വേണ്ടി വരണം, ഒരു പോപ്കോൺ വാങ്ങിച്ചു തരുന്നത് മാത്രമല്ല, പോപ്കോൺ അദ്ദേഹം കൊണ്ടുവരണം എനിക്ക് വേണ്ടി, അത് എല്ലാവരും കാണണം. ആ ഒരു ആഗ്രഹം എനിക്ക്. അടുത്ത ഇന്റർവ്യൂലെങ്കിലും അതിനുള്ള ആൻസർ ആവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? അല്ല, ഒരിക്കല് അത് പോപ്കോൺ എടുത്തോണ്ട് നിന്നോ, നിന്റെ പോപ്കോൺ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. പക്ഷെ അത് ഇങ്ങനെ കൊണ്ടുവന്നാണ് തന്നത്. ഒരു ചമ്മലുണ്ട്. അതെല്ലാരും കാണിച്ചു കൊണ്ടുവന്നല്ലെന്ന്. എന്താ വാങ്ങിക്കുന്നത്, നിന്റെ പോപ്കോൺ കൊണ്ടുവന്നായിരുന്നു? ഒരിക്കൽ കൊണ്ടുവന്നു. പക്ഷെ എന്നാലും അവിടെ ഒരാളുണ്ടായിരുന്നു കൂടെ. ഞാൻ അവര് വാങ്ങിക്കാൻ പാടില്ല, നിങ്ങൾ പോയി വാങ്ങിച്ചോണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോ പോലെ ഇത്രയും വർഷമായിട്ട് സന്തുഷ്ട കുടുംബമാണ് ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ആ ഒരു കെമിസ്ട്രി എങ്ങനെയാ ശരിക്കും? എല്ലാം വിട്ടുവീഴ്ച തന്നെയാണ്. എല്ലാത്തിനും കൂടി ഈഗോ കാണിക്കാതിരുന്നാൽ മതി. എവറിത്തിങ് ഈസ് അണ്ടർ സ്നേഹം. ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും വഴക്കിന് യാതൊരു ഇതും സ്പേസ് കാണത്തില്ല. നമ്മുടെ അമ്മ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ, നമ്മുടെ അമ്മയ്ക്കടുത്ത് പറഞ്ഞാൽ അമ്മയടുത്ത് നമ്മൾ വഴക്കിടുന്നുണ്ടോ? അമ്മ ഇല്ലാതെ ആവുമോ? അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ ഇല്ലാതെ ആവുമോ? അങ്ങനെ ഒരിതില്ലല്ലോ. അപ്പം ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ചേച്ചി പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ ഒരു മെസ്സേജ് ആണ്. ഇല്ല, there is a true love, there won't be a fight. ഭഗവത്ഗീത ഇലക്ഷൻ പറയുന്ന പോലെയാണ്, നമ്മൾ എന്ത് കൊണ്ടുവന്നു തിരിച്ചെടുത്തോണ്ട് പോകാനായിട്ട് ഒന്നുമില്ല. then why should we unnecessarily fight with everyone? ഇല്ലേ, ആവശ്യമില്ല. ബി ഹാപ്പി. എപ്പോഴും ചിരിക്കുക എന്ന് പറയുന്നത് അതൊരു ഏറ്റവും വലിയൊരു മെഡിസിൻ ആണ്. അതിനെപ്പോലെ ഒരു ബെസ്റ്റ് മെഡിസിൻ വേറെ ഒന്നുമില്ല. ദാറ്റ്സ് ഇനഫ്. നന്നായിട്ട് ചിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.